എല്ലാവർക്കും നമസ്കാരം. എവർക്കും ട്രൂ ഇവന്റെ മറ്റൊരു സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് LP UPയുമായി ബന്ധപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ചില ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ചോദ്യ സെക്ഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ പൊതുവെ LP UPയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുള്ളതും ആ ചോദ്യങ്ങൾ നിങ്ങൾക്ക് കുറേക്കൂടെ ഫെമിലിയർ ആക്കി തരിക എന്നുള്ളതാണ് നമ്മൾ ഈ സെക്ഷൻ കൊണ്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ ഈ സെക്ഷൻ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അതിൽ തന്നെ രാഷ്ട്രതന്ത്രശാസ്ത്രം എന്ന് പറയുന്നതാണ് നമ്മുടെ ടോപ്പിക്ക്. അതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ കീഴിൽ ആമുഖം, മൗലിക അവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, പിന്നെ ഗവൺമെന്റിന്റെ ലോകസഭ, രാജ്യസഭ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, സുപ്രീം കോടതി, ഹൈക്കോടതി, ഇതൊക്കെയാണ് നിങ്ങളുടെ സിലബസിൽ പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പിക്ക് ചെയ്തിരിക്കുന്നത്. ആ ചോദ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. അപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ഫെമിലിയർ ആകും ഏതൊക്കെ ടോപ്പിക്കിൽ നിന്ന് എത്രമാത്രം നിലവാരമുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്കൊന്ന് ഫെമിലിയർ ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കോൺഫിഡൻറ്റോടുകൂടി എന്ത് ചെയ്യാം, എക്സാമിനേഷനുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് കടന്നാലോ. ഏതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ? നമുക്ക് നോക്കാം. രാഷ്ട്രപതിയുടെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ രാഷ്ട്രപതി എന്ന് പറയുന്നതാണ് ഇന്ത്യയുടെ പ്രഥമ പൗരൻ. ഈ പ്രഥമ പൗരൻ എന്ന് പറയുന്ന രാഷ്ട്രപതിക്ക് ഒരുപാട് അധികാരങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലൂടെ കൊടുക്കുന്നുണ്ട്. അത്തരത്തിൽ കൊടുക്കുന്ന അധികാരങ്ങളിൽ ഏതാണ് ഉൾപ്പെടാത്ത അധികാരം എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം, ഏതെങ്കിലും അധികാരങ്ങൾ ഉണ്ടോ എന്ന് നോക്കാം. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ. ഇവിടെ അടിയന്തരാവസ്ഥ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ദേശീയ അടിയന്തരാവസ്ഥയെന്നോ സംസ്ഥാന അടിയന്തരാവസ്ഥയെന്നോ അഥവാ സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്ന് പറയുന്നില്ല. പക്ഷേ നമുക്കറിയാവുന്നൊരു കാര്യം എന്താ, ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതും സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതും സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതും രാഷ്ട്രപതി തന്നെയാണ്. ആ മൂന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ അധികാരം ഇന്ത്യയിൽ രാഷ്ട്രപതിക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അല്ലെ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, സർവ്വസൈന്യാധിപൻ. നമ്മുടെ സായുധ സേന എന്ന് പറയുന്ന ആംഡ് ഫോഴ്സിലെ സായുധ സേന, മിലിറ്ററി, അതിന്റെ സർവ്വസൈന്യാധിപനായിട്ട് രാഷ്ട്രപതിനെ തീരുമാനിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ രാഷ്ട്രപതിയാണ്. ആർട്ടിക്കിൾ 53 എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ. ആർട്ടിക്കിൾ 53 പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യമാണ് സായുധ സേനയുടെ സർവ്വസൈന്യാധിപൻ എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രപതി ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും ശരിയായ ഉത്തരമാണ്. ദയാഹർജിക്ക് തീർപ്പ് കൽപ്പിക്കൽ, മാപ്പ് അധികാരം എന്ന് പറയും. പല കുറ്റവാളികളും അല്ലെങ്കിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ശിക്ഷ കിട്ടിയ പല കുറ്റവാളികളും അവരുടെ കുറ്റകൃത്യത്തിനുള്ളതും അവരുടെ തടവ് ശിക്ഷയ്ക്കും ഇളവുകൾ നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് രാഷ്ട്രപതിയുടെ അടുത്തേക്ക് പോകാറില്ലേ? അനുച്ഛേദം 72 പ്രകാരമാണ് രാഷ്ട്രപതി ഈ പറയുന്ന മാപ്പ് കൊടുക്കുന്നത്. പലതരത്തിലുള്ള ദയാഹർജികൾ, ചില ആൾക്കാർ പറയും എൻ്റെ വധശിക്ഷയ്ക്ക് ഇളവ് നൽകണം, അല്ലെങ്കിൽ എൻ്റെ കുറ്റകൃത്യങ്ങൾ എന്നിൽ നിന്ന് ഇല്ലാതാക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റെ കാലാവധി കുറച്ചു തരണം. അങ്ങനെ പല പല ആവശ്യങ്ങളുമായിട്ട് ഈ കുറ്റവാളികൾ രാഷ്ട്രപതിനെ സമീപിക്കാറുണ്ട്. അല്ലെങ്കിൽ ഡെത്ത് സെന്റൻസ്, നമ്മുടെ ഡെത്ത് സെന്റൻസ് എന്ന് പറയുന്ന വധശിക്ഷ റദ്ദാക്കണം, അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് ഇളവ് നൽകണം, അങ്ങനെ പറഞ്ഞുകൊണ്ട് പലപ്പോഴും പല മാപ്പധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദയാഹർജികൾ രാഷ്ട്രപതിയുടെ അടുത്ത് ചെല്ലാറുണ്ട്. അപ്പോൾ മാപ്പധികാരം എന്ന് പറയുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് രാഷ്ട്രപതി ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ മാപ്പ് നൽകുന്നത്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തതും രാഷ്ട്രപതിയുടെ അധികാരം തന്നെയാണ്. അപ്പോൾ ഒബ്വിയസ്ലി ആൻസർ ഏത് തന്നെയായിരിക്കണം? നാലാമത്തെയാണ് അല്ലെ. രാജ്യസഭാ സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിക്കൽ, അത് ഒരു കാരണവശാലും രാഷ്ട്രപതിയല്ല വഹിക്കുന്നത്, ഉപരാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആണ്. കാരണം ഭരണഘടനയിൽ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ആരാണോ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി അദ്ദേഹമായിരിക്കും ദി എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ രാഷ്ട്രപതിയുടെ അധികാരത്തിൽ പെടുന്നതാണോ ഇത്? അല്ല. സോ ആൻസർ എന്ന് പറയുന്നത് ഈ ചോദ്യത്തിന്റെ ആൻസർ ഡി ആണ് കേട്ടോ. ഈ ചോദ്യത്തിന്റെ ആൻസർ ഡി ആണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ രാഷ്ട്രപതി ഒന്നും ഒരു കാരണവശാലും വിട്ടുകളയരുത്. കാരണം രാഷ്ട്രപതിയിൽ നിന്ന് ചോദ്യങ്ങളൊക്കെ മുൻവർഷ കാര്യങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സ്ഥിതി, സമത്വം, മതേതരത്വം എന്നീ ആശയങ്ങൾ കൂട്ടിച്ചേർത്തത് എത്രാമത്തെ ഭേദഗതിയിലാണെന്നാണ് ചോദിക്കുന്നത്. 42 കൊടുത്തിട്ടുണ്ട്, 44, 41, 43. ദ റൈറ്റ് ആൻസർ എല്ലാവർക്കും അറിയാമായിരിക്കും. ഓപ്ഷൻ എ ആണ് 42. 42ാമത്തെ ഭേദഗതി 1976 ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ഭേദഗതി വരുത്തി. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയ ഒരു ഭേദഗതി ആയതുകൊണ്ട് തന്നെ ഈ ഭേദഗതിയെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ മിനി ഭരണഘടന എന്നറിയപ്പെടുന്നു. ആ ഭേദഗതിയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തി. ആമുഖത്തിൽ ഒരു 3 പുതിയ വാക്കുകൾ ഉൾപ്പെടുത്തി. സ്ഥിതി, സമത്വം, മതേതരത്വം, അഖണ്ഡത.
ഇവിടെ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് സ്ഥിതി സമത്വവും മതേതരത്വം മാത്രമാണ്. പക്ഷേ സ്ഥിതി സമത്വം, മതേതരത്വം, അഖണ്ഡത എന്നീ 3 വാക്കുകളാണ് ആമുഖത്തിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ ഭേദഗതി 42ാമത്തെ ഭേദഗതി 1976 ആണ്. ഹെൻസ് ദി ആൻസർ ഓപ്ഷൻ എ. സോ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ ആണോ? യെസ്. അടുത്തതായിട്ടുള്ള ചോദ്യം ഇതാണ്. 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കേണ്ടത് രക്ഷകർത്താക്കളുടെ കടമയാണെന്നാണ് പറയുന്നത്. ഈ മൗലിക കടമയുടെ പട്ടികയിൽപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി. ഈ ഭേദഗതി 2002 കൊണ്ടുവന്ന 84 ആണോ, 2002 കൊണ്ടുവന്ന 86 ആണോ, 87 ആണോ, 89 ആണോ എന്നാണ് ചോദ്യം. ഇത് പലപ്പോഴും PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആൻസർ എന്ന് പറയുന്നത് 86ാമത്തെ ഭേദഗതി 2002 ആണ്. സോ ഇന്ത്യൻ ഭരണഘടനയിൽ ഭാഗം 4A അനുച്ഛേദം 51A മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമ ഉൾപ്പെടുത്തിയത് 42ാമത്തെ ഭേദഗതി 1976 അന്ന് ഉൾപ്പെടുത്തിയത് 10 മൗലിക കടമകൾ മാത്രമായിരുന്നു. പക്ഷെ പിൻകാലത്ത് 86ാമത്തെ ഭേദഗതി 2002 11ാമത്തെ മൗലിക കടമ നമ്മൾ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. ആ വർഷം ഏതാണെന്ന് ഓർത്തു വെക്കണം. 2002 86ാമത്തെ ഭേദഗതി. ആ ഭേദഗതിയിലാണ് പറയുന്നത് രക്ഷകർത്താക്കളുടെ കടമയാണ് 6 മുതൽ 14 വയസ്സുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരം ഒരുക്കി കൊടുക്കേണ്ടത്. അതൊരു മൗലിക കടമയാണ്. ഏറ്റവും അവസാനത്തെ 11ാമത്തെ മൗലിക കടമയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. 2002 86ാമത്തെ ഭേദഗതി. അടുത്തത് മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതെന്നാണ് ചോദിക്കുന്നത്. ശരിയാണോ ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഇന്ത്യൻ പ്രസിഡന്റ് 352ാം വകുപ്പ് പ്രകാരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ 19ാം വകുപ്പ് പ്രകാരമുള്ള മൗലിക അവകാശങ്ങൾ മരവിപ്പിക്കപ്പെടുന്നു. ശരിയാണോ? 352 പ്രകാരം എന്ത് അടിയന്തരാവസ്ഥയാണ് രാഷ്ട്രപതി പ്രഖ്യാപിക്കുന്നത്? ദേശീയ അടിയന്തരാവസ്ഥ. അങ്ങനെ ഇന്ത്യയിൽ ഒരു ദേശീയ അടിയന്തരാവസ്ഥ നാളെ പ്രഖ്യാപിക്കപ്പെട്ടു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 19 കിട്ടുന്ന മൗലിക അവകാശങ്ങൾ, 19 6 മൗലിക അവകാശങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് അഭിപ്രായ പ്രകടനത്തിന്, സമ്മേളിക്കുന്നതിന്, സംഘടനകൾ രൂപീകരിക്കുന്നത്, ഇന്ത്യയുടെ ഉടനീളം സഞ്ചരിക്കുന്നതിന്, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോയി താമസിക്കുന്നതിന്, ഇന്ത്യയിൽ ഇഷ്ടമുള്ള ജോലികൾ ചെയ്യുന്നതിന്, ഈ പറയുന്ന 6 അവകാശങ്ങളും കിട്ടുന്നത് 19 ഈ 19 കൂടെ കിട്ടുന്ന അവകാശങ്ങൾ അഥവാ സ്വാതന്ത്ര്യങ്ങൾ നിർത്തലാക്കപ്പെടുമോ, അല്ലെങ്കിൽ മരവിപ്പിക്കപ്പെടുമോ, അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് നിർത്തലാക്കപ്പെടുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ആക്ച്വലി അത് സസ്പെൻഡ് ചെയ്യപ്പെടും. ആ സസ്പെൻഡ് ചെയ്യപ്പെടും എന്ന് പറയുന്നത് 358ാമത്തെ വകുപ്പുകളിലൂടെയാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ? 352 വകുപ്പ് അനുസരിച്ചാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ശരിയാണ്. ആ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ 19ാം വകുപ്പ് പ്രകാരമുള്ള മൗലിക അവകാശങ്ങൾ റദ്ദാക്കപ്പെടുമെന്ന് പറയുന്നു. അതും ശരിയാണ്. പക്ഷേ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ ഏതായിരിക്കണം? 358 ആണ്. സോ ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടാൽ ആർട്ടിക്കിൾ 19 സസ്പെൻഡ് ചെയ്യപ്പെടുമെന്ന് പറഞ്ഞ ആർട്ടിക്കിൾ 358. പക്ഷേ കുറച്ച് റീസെന്റ് എന്നല്ല, 44ാമത്തെ ഭേദഗതി 1978 കുറിച്ച് നമുക്കറിയില്ലേ? ഈ ഭേദഗതിയിലൂടെ ചെറിയൊരു വ്യത്യാസം വരുത്തി. ഇനി മുതൽ എക്സ്റ്റേണൽ എമർജൻസി പ്രിക്ലെയിം ചെയ്താൽ മാത്രമാണ് 19 സസ്പെൻഡ് ചെയ്യപ്പെടുള്ളൂ. ഇന്റേണൽ എമർജൻസി ആണെങ്കിൽ സസ്പെൻഡ് ചെയ്യപ്പെടില്ല എന്ന് പറഞ്ഞു. അതെന്താ നമുക്ക് മനസ്സിലാക്കിയാലോ? ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടാൻ 3 കാരണങ്ങളുണ്ട്. ഒന്ന് യുദ്ധമാണ്, മറ്റൊന്ന് വിദേശാക്രമണമാണ്, എക്സ്റ്റേണൽ അഗ്രഷൻ എന്ന് വിളിക്കും. മൂന്നാമത്തത് ആംഡ് റെബല്യൻ അഥവാ സായുധ കലാപം എന്ന് വിളിക്കും. സോ യുദ്ധവും എക്സ്റ്റേണൽ അഗ്രഷൻ അഥവാ യുദ്ധവും വിദേശാക്രമണം എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങളല്ലേ? എക്സ്റ്റേണൽ ആയിട്ടുള്ള വിഷയങ്ങളാണ്. ആംഡ് റെബല്യൻ അഥവാ സായുധ കലാപം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഉള്ളിൽ നടക്കുന്ന വിഷയങ്ങളാണ്, ഇന്ത്യയുടെ ഉള്ളിൽ നടക്കുന്ന കലാപമാണ്. അങ്ങനെയാണെങ്കിൽ യുദ്ധമോ അതോ സായുധ കലാപമോ പ്രകാരമാണ് ഒരു ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ എക്സ്റ്റേണൽ എമർജൻസി എന്ന് വിളിക്കും. സായുധ കലാപം എന്ന് പറയുന്ന ആംഡ് റെബല്യൻ പ്രകാരമാണ് ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതെങ്കിൽ അതിനെ ഇന്റേണൽ എമർജൻസി എന്ന് വിളിക്കും. അപ്പോൾ 44ാമത്തെ ഭേദഗതി 1978 എന്ത് മാറ്റം വന്നു എന്ന് ചോദിച്ചാൽ, ഇനി മുതൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കപ്പെട്ടാൽ മാത്രമേ ആർട്ടിക്കിൾ 19 കിട്ടുന്ന മൗലിക അവകാശങ്ങൾ റദ്ദാക്കപ്പെടുള്ളൂ. ഇന്റേണൽ എമർജൻസി ആണ് പ്രഖ്യാപിക്കപ്പെടുന്നതെങ്കിൽ ആർട്ടിക്കിൾ 19 സസ്പെൻഡ് ചെയ്യപ്പെടില്ല എന്ന് കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു ഭേദഗതിയുണ്ട്. അത് 44ാമത്തെ ഭേദഗതി 1978 അപ്പോൾ ഈ പറയുന്ന ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമ്മുടെ വിഷയം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തീർച്ചയായിട്ടും ശരിയാണ് കേട്ടോ. മൗലിക അവകാശങ്ങൾ ന്യായവാദത്തിന് അർഹമാണ്. തീർച്ചയായിട്ടും അതെ. ഒരു മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു എന്ന് വിചാരിക്കാം. ആർട്ടിക്കിൾ 17 എന്ന് പറയുന്ന ഒരു മൗലിക അവകാശമാണ് അല്ലേ? ഒരു വ്യക്തിനെ മറ്റൊരു വ്യക്തി അയിത്താചരണം ചെയ്തു.
അയിത്താചരണം നിരോധിക്കപ്പെടുന്നത് 17ലൂടെയാണ്. പക്ഷേ ആ 17 ലംഘിച്ചുകൊണ്ട് മറ്റൊരാൾ അയിത്താചരണം ചെയ്തുവെങ്കിൽ ആ അയിത്താചരണം ചെയ്യപ്പെട്ട ആ വ്യക്തിക്ക്, അയിത്താചരണം ചെയ്ത വ്യക്തിക്കെതിരെ എവിടെ പോകാം? സുപ്രീം കോടതിയിൽ പോകാം. 32 പ്രകാരം സുപ്രീം കോടതിയിൽ പോയിട്ട് കേസ് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ മൗലികാവകാശങ്ങൾ തിരിച്ചെടുക്കാൻ സാധിക്കുന്നുവെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? ന്യായവാദത്തിന് അർഹമാണ്. കോടതിയിൽ പോകാൻ പറ്റുമെങ്കിൽ അത് ന്യായവാദത്തിന് അർഹമാണെന്ന് പറയാൻ സാധിക്കും. സോ മൗലികാവകാശങ്ങൾ ന്യായവാദത്തിന് അർഹമാണ്. ഇനി 2002 86ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. 21A എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ആ ആർട്ടിക്കിൾ ഉൾപ്പെടുത്തിയതിലൂടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മൗലിക അവകാശത്തിന്റെ ഭാഗമായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. സോ 1, 2, 3 ശരിയാണ് അല്ലേ? ഇനി ഭരണഘടനയുടെ 21ാം വകുപ്പിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. നമ്മളിപ്പോൾ പറഞ്ഞതല്ലേ ഉള്ളൂ. 19ാമത്തെ വകുപ്പിലല്ലേ അഭിപ്രായ സ്വാതന്ത്ര്യം പറയുന്നത്. 21ാം വകുപ്പിൽ പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് അല്ലേ? 21ാം വകുപ്പിൽ. അങ്ങനെയാണെങ്കിൽ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏതാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ്? 1, 3, 2, 1, 2 and 3. 1, 2 and 3 പ്രസ്താവനകൾ മാത്രം ശരിയാണ് എന്നുള്ളതാണ് ഈ ചോദ്യത്തിന്റെ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 5ാമത്തെ ചോദ്യം. ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് നടന്നാൽ ഉപയോഗിക്കുന്ന രീതി FPTP, ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം, സെക്കൻഡ് ബാലറ്റ് സിസ്റ്റം ഇവയൊന്നുമല്ല. ആൻസർ FPTP ആണ്. FPTPന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം എന്നുള്ളതാണ്. ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം. നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പം നിങ്ങൾ ഒരു നിയമസഭാ മണ്ഡലത്തിലുള്ള ആളാണല്ലോ. നിങ്ങൾക്കൊരു MLA ഒക്കെ ഇല്ലേ? MLA നിങ്ങളുടെ നാട്ടിൽ MLA ആയിട്ട് മത്സരിക്കാൻ വേണ്ടി ഒരൊറ്റ MLA സീറ്റേ ഉള്ളൂ അല്ലേ? നിങ്ങളുടെ നാട്ടിൽ ആകെ ഒരു MLA സീറ്റല്ലേ നമുക്കുള്ളൂ. 140 MLA നമ്മുടെ നാട്ടിൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത് ഒരു MLA മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ഒരു MLA സീറ്റിലേക്ക് വേണ്ടി മത്സരിക്കുന്നത് 4 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. 4 സ്ഥാനാർത്ഥികൾ. ഈ 4 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഒരു 100 പേരാണ് ഉള്ളതെന്ന് വിചാരിക്കുക. 100 പേരല്ല, ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടായിരിക്കും. എക്സാമ്പിളിന് വേണ്ടി ഞാൻ പറയാണ്, നിങ്ങളുടെ നാട്ടിൽ വോട്ട് ചെയ്യാൻ പറ്റുന്ന അർഹനായിട്ടുള്ള 100 പേരുണ്ട്. ഈ 100 പേരും കൂടി ABCD എന്ന് പറയുന്ന 4 കാൻഡിഡേറ്റ്സിൽ ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റിനെ വിജയിപ്പിക്കണം. അങ്ങനെ എക്ക് ഈ 100 പേരിലെ 10 പേരുടെ വോട്ട് കിട്ടി, ബിക്ക് 30 പേരുടെ വോട്ട് കിട്ടി, സിക്ക് 40 പേരുടെ വോട്ട് കിട്ടി, ഡിക്ക് 20 പേരുടെ വോട്ട് കിട്ടി. അങ്ങനെ ഇതിൽ ആരാണ് വിജയമായിട്ട് പ്രഖ്യാപിക്കേണ്ടത്? ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആളല്ലേ? അതാരാണ്? സി ആണ്. സോ ഏതൊരു സ്ഥാനാർത്ഥിയെക്കാളും ഒരു വോട്ടെങ്കിൽ ഒരു വോട്ടിന് കൂടുതൽ കിട്ടിയ വ്യക്തി ആരാ? സി ആണല്ലേ? അങ്ങനെയാണെങ്കിൽ ആ പറയുന്ന വ്യക്തിയെ പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ വിജയമായി പ്രഖ്യാപിക്കുന്ന ആ തെരഞ്ഞെടുപ്പ് രീതി എന്ന് പറയുന്ന രീതിക്ക് പറയുന്ന പേരാണ് FPTP അഥവാ ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലോകസഭയിലേക്കും നിയമസഭകളിലേക്കും തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഉപയോഗിക്കുന്ന രീതി ഈ രീതിയാണ് കേട്ടോ. സോ ആൻസർ എന്ന് പറയുന്നത് A ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായമില്ലേ, ഇതൊക്കെ രാജ്യസഭയിലെ MPമാരെയും അതോടൊപ്പം തന്നെ നമ്മുടെ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിലൊക്കെ യൂസ് ചെയ്യുന്ന സംവിധാനമാണ് ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം എന്ന് പറയുന്നത്. സോ നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ ഏതാണ്? FPTP ആണ്. അതെവിടെ ഉപയോഗിക്കുന്നു? ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും. സോ ഈ ചോദ്യത്തിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ A ആണ്. അങ്ങനെ പ്രീവിയസ് ഇയർ ചോദിച്ചിരിക്കുന്ന പല ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിട്ടുള്ളത്. അപ്പോൾ എവിടെ നിന്നൊക്കെയാണെന്നും ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. ആ വന്നിട്ടുള്ള ക്വാളിറ്റിയിൽ, ആ വന്നിട്ടുള്ള സ്റ്റാൻഡേർഡിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സെക്ഷൻ കൊണ്ട് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും ഒരുപാട് സെക്ഷനുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഞങ്ങൾ ഫോളോ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.